തമ്മനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്താ ഉണ്ടാക്കുന്നതെന്ന്. ഉണ്ടംപരി, ഗോതമ്പുണ്ട എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. സപ്ലൈകോയിൽ നിന്ന് കിട്ടുന്ന ആട്ടാപ്പൊടിയിൽ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു കൊച്ചു ഫാമിലി ആട്ടോ നമ്മുടെ, ഒരു 8 പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അതനുസരിച്ചിട്ടുള്ള പൊടിയാണ് എടുക്കുന്നത്. പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട്. ആദ്യം തന്നെ ശർക്കര പാനിയാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുഴയ്ക്കുന്ന ടൈം ആകുമ്പോൾ തണുത്ത് കിട്ടുമല്ലോ. പിന്നെ ഇതുപോലെ ഒരു പഴുത്ത ഏത്തപ്പഴമാണ് ഞാൻ എടുക്കുന്നത്. കേടൊന്നും വന്നിട്ടില്ല. അത് നമുക്ക് അരച്ച് വയ്ക്കാം. പിന്നെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയിൽ നിന്ന് ഞാൻ കുറച്ച് കൊത്തിനെടുത്തിട്ട് ബാക്കി ചിരകിയെടുത്തത്. എനിക്ക് ഈ വറുത്ത തേങ്ങാക്കൊത്തിൻ്റെ രുചി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ഞങ്ങളുടെ അമ്പലത്തിൽ ഈ കറുത്ത പായസം കിട്ടത്തില്ലേ, അതിനകത്ത് ഈ തേങ്ങാക്കൊത്ത് വറുത്തിടുമായിരുന്നു. നല്ല രുചിയായിരുന്നു. എനിക്ക് ഇത് കാണുമ്പോൾ അതാ ഓർമ്മ വരുന്നത്. തേങ്ങാക്കൊത്തൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് പകർത്തി വയ്ക്കാം. തേങ്ങ വേണം. നമ്മുടെ കല്ലിന് നല്ല ചുമയായിരുന്നു കേട്ടോ. മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുക. അപ്പോൾ നമുക്ക് മാവ് കുഴയ്ക്കാനുള്ള പരിപാടി നോക്കാം. ഫസ്റ്റ് ജീരകം കുറച്ചിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഈസ്റ്റ്, അരച്ച് വെച്ചിരുന്ന പഴം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത്, വറുത്ത തേങ്ങാക്കൊത്ത് അതും ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ ചിരകിയത്, പിന്നെ അവസാനമായിട്ട് ശർക്കര പാനി. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമുക്ക് കുഴച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഈ മാവ് കുഴയ്ക്കുന്നത് രാവിലെയാണ് കേട്ടോ. ഒരു 8-9 മണിയായപ്പോൾ കുഴച്ച് വെച്ച മാവാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വൈകുന്നേരമാണല്ലോ. അപ്പം ഞാൻ മാവ് പുളിക്കാനായിട്ട് രാവിലെ കുഴച്ച് വെച്ചതാണ്. ഇതിപ്പോൾ നമ്മളൊരു 5 മണിയായപ്പോൾ എടുത്ത പരിപാടി കേട്ടോ. മാവ് നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉണ്ടാക്കാത്തവരൊക്കെ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ബേക്കിംഗ് പൗഡറൊന്നും വേണമെന്നില്ല. നമ്മുടെ വീട്ടിൽ ഈസ്റ്റ് ഉണ്ടാകുമല്ലോ. എല്ലാവരും നമ്മളെ വീട്ടിൽ അപ്പമൊക്കെ അരയ്ക്കുന്നവരല്ലേ. അപ്പോൾ എന്തായാലും ഈസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വെച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഉണ്ടംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്യണം. പിന്നെ നമ്മുടെ പഴയ വീഡിയോസും കൂടെ എല്ലാവരും എടുത്തൊന്ന് കാണണം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.